ഏതായിരുന്നാലും ഉത്ബ നബി മുഅയ്യിദിന്റെ ഈ മകൾ ഒരു സ്വതന്ത്രയായ പെണ്ണ് ഒരിക്കലും വ്യഭിചരിക്കില്ലല്ലോ നബിയെ, അത് പറയേണ്ടതുണ്ടോ എന്ന് അങ്ങോട്ട് പറഞ്ഞ മഹദിയാണ് റളിയല്ലാഹു തആല. ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ കൂടെ അവർ താമസിക്കുന്നൊരു സമയം. ഏതായിരുന്നാലും അതിഥികൾ വന്നു നിൽക്കാറുള്ള ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരു ദിവസം രാവിലെ ഹിന്ദ് റളിയല്ലാഹു അൻഹ ഹഫ്സ് ബിൻ മുഗീറ, അതെ, ശുക്രാൻ, ജസാക്കല്ലാഹു ഖൈർ, ആദ്യത്തെ ഭർത്താവ് ഹഫ്സ് ബിൻ മുഗീറയുടെ കൂടെ ഹിന്ദ് എന്നവർ താമസിക്കുന്ന കാലം ഒരു ഗസ്റ്റ് റൂമിൽ അവരുടെ വാപ്പുണ്ടാക്കിയ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ ആരോ വന്ന് കിടന്നുറങ്ങുന്നുണ്ട്, ഏതോ ഒരു യാത്രക്കാരൻ. അത് ആർക്കറിയില്ല, ഹിന്ദ് ബിൻ ഉത്ബക്ക് അറിയില്ല. അങ്ങനെ രാവിലെ ആ വീട് വൃത്തിയാക്കാൻ വേണ്ടി, കല്യാണം കഴിഞ്ഞ വീടല്ലേ, അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് വൃത്തിയാക്കൂല്, പ്രത്യേകിച്ച് വീടിന്റെ പരിസരങ്ങളൊക്കെ. ആ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഹിന്ദ് എന്നവരെ ആ ഹൗസിലേക്ക് കയറി വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിലെ റൂമിൽ കിടക്കുന്നത്, ഉറങ്ങുന്നത്, ഇതൊക്കെ രാവിലെയാണ്, നേരം വെളുത്തതിന് ശേഷമാണ്. ബീവി അത് കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. അന്നൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അന്ന് ഇസ്ലാമിന്റെ ശത്രുവാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പാണിത്, വരുന്നതിന്റെ മുമ്പാ ശത്രു. പിന്നെ അതിന് ശേഷം തങ്ങൾ നുബുവത്ത് പ്രഖ്യാപിച്ചതിന്റെ ശേഷം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നതാണ് ഭർത്താവ് കാണുന്നത്. അത് കണ്ടപ്പോഴേക്കും ഭർത്താവ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഒരുത്തനോട് കടന്നുറങ്ങുന്നുണ്ട്. ഇപ്പൊ ഭർത്താവ് എവിടെ യാത്ര കഴിഞ്ഞ് വരിക, ഇയാൾ കൂട്ടി വായിച്ചു, ഹിന്ദ് ഇയാളുടെ കൂടെ കിടക്കുകയായിരുന്നു ഇത്രയും സമയം. അയാളുടെ കാഴ്ചയിൽ ഹിന്ദ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നതാ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദിനെ എനിക്ക് വേണ്ട, അവൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കാഫിര്യങ്ങളാണെന്ന്. ഹിന്ദ് വ്യഭിചരിച്ചു എന്ന ആരോപണം അത് ഹിന്ദിന് സഹിക്കാൻ പറ്റിയില്ല. വാപ്പയോട് ചെന്ന് പറഞ്ഞു, വാപ്പ, ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ എൻ്റെ ഭർത്താവ് ആരോപിച്ചിരിക്കുകയാണ്. വാപ്പ ഭയങ്കര പോക്കിരിയാണ്, ഉണ്ടായിസം കളിക്കണ ആളാ. മോളെ, നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോള് ഞാൻ അറിഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ അയാളെ ഞാൻ ശരിയാക്കും, നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലും. കാരണം അത് അയാളെ പറഞ്ഞു നടക്കാനുള്ള അവസരം ഞാൻ കൊടുക്കൂല. നീ അത് ചെയ്തിട്ടില്ലേ, അത് നിനക്ക് ഉറപ്പുള്ള വിഷയമാണെങ്കിൽ നിന്റെ ഈ ഭർത്താവിനെ ഒഴിവാക്കി പുതിയൊരു ഭർത്താവിനെ ഞാൻ നിനക്ക് കൊണ്ടുതരും. അതുകൊണ്ട് മോൾ ടെൻഷൻ അടിക്കണ്ടാണ് പറഞ്ഞു. വാപ്പ, ഞാൻ നിരപരാധിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ എന്നെ ബോധിപ്പിക്കണം, എനിക്കത് ബോധിപ്പിക്കാൻ നിർബന്ധമാണ്. ആരാണിത് തെളിയിക്കുക? ഒരു നബിയോ പ്രവാചകനോ ജീവിച്ചിരിപ്പില്ല അന്ന് യമനിൽ ജ്യോത്സ്യന്മാരുണ്ട്. യമനിൽ ചില ജ്യോത്സ്യന്മാർ പിശാചിന്റെ സഹായത്തോടെ പണിയെടുക്കുന്ന ആൾക്കാർ. വാപ്പ പറഞ്ഞു, മോളെ, നമ്മൾ യമനിലേക്ക് പോവാണ്. യമനിൽ പോയിട്ട് അവിടുത്തെ ഒരു ജ്യോത്സ്യനുണ്ട്, പേര് കേട്ട ജ്യോത്സ്യൻ. അയാളുടെ മുമ്പിൽ നിന്റെ ഭർത്താവിനെയും അവന്റെ വീട്ടുകാരെയും നിർത്തിയിട്ട് നിന്റെ നിരപരാധിത്വം വാപ്പ തെളിയിക്കും. എന്നാ പോവാന്ന് പറഞ്ഞ് അവർ പോകാൻ റെഡിയായ ഒരു സംഭവമുണ്ട്. അത് പിന്നെ അങ്ങനെ, അത് മറ്റു ചരിത്രമാണ്. അങ്ങോട്ട് നമ്മുടെ വിഷയം ഈ അതിഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഫ്രീ ചെയ്തു കൊടുക്കുന്ന ജാഹിലിയത്തിന്റെ ഒരു സംസ്കാരം പറഞ്ഞതാണ്. ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകുന്ന നേരത്ത് ഹിന്ദ് ബീവി വേറെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ വാപ്പ ചോദിച്ചു, മോളെ, നിനക്ക് എന്താ ടെൻഷൻ? വാപ്പ, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, അയാൾക്കെങ്ങാനും വല്ല തെറ്റും പറ്റിയിട്ട് അയാൾക്ക് പിഴച്ചു പോയിട്ട് ഞാനത് ചെയ്തവളാണെന്ന് അയാളെങ്ങാനും പറഞ്ഞാൽ പിന്നെ മാനം പോയില്ലേ? അറബ് ലോകത്ത് മുഴുവൻ ഉത്ബയുടെ മകള് വ്യഭിചരിച്ചു എന്ന് പറയൂലേ? നോക്കണം, അവർ ഇതുപോലെയുള്ള തിന്മകളെ എങ്ങനെയാ കണ്ടിരുന്നത്. സംഗതി അവർ ജാഹിലിയത്തിലാണ്, പക്ഷെ വ്യഭിചാരം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ വാപ്പ പറഞ്ഞു, മോളെ, നമുക്ക് ആദ്യം അയാളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്, അത് ഞാൻ ഒളിപ്പിച്ചു വെക്കും ഒട്ടകത്തിന്റെ കട്ടിലിൽ. അത് എവിടെയാണ് വെച്ചത് എന്ന് അയാളോട് കണ്ടുപിടിക്കാൻ ഞാൻ പറയും. തൊടാതെ അയാൾ കണ്ടുപിടിക്കണം. പോരെ? അത് ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ടെസ്റ്റ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഹിന്ദിന്റെ കൂടെ 10-20 പെൺകുട്ടികളെ വേറെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ജ്യോത്സ്യനോട് പറഞ്ഞു, ഞാനൊരു സീക്രട്ട് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് കാണിച്ചതാന്ന് പറഞ്ഞു. 100 കണക്കിന് ഒട്ടകങ്ങൾ വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് യമനിലേക്ക്. ആ ഒട്ടകക്കട്ടിലെ എവിടെയാണോ ഇയാൾ വാപ്പ സൂക്ഷിച്ചു വെച്ചത് അതിലേക്ക് നോക്കിയിട്ട് ദാ ഇതിനുള്ളിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മോളെ സമാധാനായില്ലേ?
ഇനി ഇയാളോടൊന്ന് പറയിപ്പിച്ചാലോ? ഓക്കെ. അങ്ങനെ 20-ലേറെ പെൺകുട്ടികളെ ഒരുമിച്ചിരുത്തി ജ്യോത്സ്യന്റെ മുമ്പിൽ. ഉത്ബയുടെ കുടുംബക്കാർ മുഴുവൻ ഖുറൈശികൾ ഇപ്പുറത്ത്, ഭർത്താവിന്റെ കുടുംബക്കാർ ഇപ്പുറത്ത് വേറെ. ഇവരൊക്കെ കാത്തിരിക്കുകയാണ്, വലിയൊരു സംഭവത്തിന് തെളിയിക്കാൻ പോവാണ്. ജ്യോത്സ്യപ്പണി ഹറാമാണ്, അത് വേറെ വിഷയം. ജാഹിലിയ കാലം അവർ ചെയ്തത് ചരിത്രമാണ്, അതുകൊണ്ട് പറയാണെന്ന് മാത്രം. എന്നിട്ട് പറഞ്ഞു, ഉത്ബ പറഞ്ഞു ജ്യോത്സ്യനോട്, അയാൾക്ക് ഒരുപാട് പൈസ കൊടുക്കണം, അതൊക്കെ ഞാൻ തരും. ഈ 10-20 പെണ്ണുങ്ങളിൽ വ്യഭിചാരം ചെയ്തു എന്ന് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ആരോപണം പറയുന്നുണ്ട്, എന്നാൽ അവൾ നിരപരാധിയുമാണ്, അതാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ജ്യോത്സ്യം വന്നു. 10-20-25 പെൺകുട്ടികൾ ഒരേ പ്രായക്കാരിങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ കൂമി, ആദ്യത്തെ പെണ്ണ്, എണീക്ക് പോയിക്കോ, കൂമി കൂമി, എണീക്കുന്ന ഓരോരുത്തരെയും ഇങ്ങനെ എണീപ്പിച്ച് ഹിന്ദിയിലേക്ക് എത്തിയപ്പോൾ കൂമി ഗൈറ സാനിയ, എണീക്ക് നീ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്. അതിലൊഴുത്തുബ പറഞ്ഞു, എൻ്റെ മകളുടെ അഭിമാനം ഞാൻ രക്ഷിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ കൂട്ടിക്കോളാം, നീ പോയിക്കോ, നിനക്ക് ഞാൻ കെട്ടിച്ചു തരൂല, എൻ്റെ മോളെ നീ ആരോപിച്ചതല്ലേ, അതുകൊണ്ട് ഇനി എനിക്ക് നിന്നെ വേണ്ട. അയാളുടെ കാര്യം പറഞ്ഞു, ഈ മോളാണല്ലേ. ആരാ മോള് എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ജ്യോത്സ്യനോട്. നിങ്ങളുടെ ഈ മോള് ലതലിദു മലികൻ യംലികുൽ അറബ വൽ അജം, അറബികളെയും അജമികളെയും ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഈ മകൾക്ക് ഒരു മകനായി ജനിക്കാൻ പോകുന്നുണ്ട്. ഇസ്മുഹു മുആവിയ, അവന്റെ പേര് മുആവിയ ആയിരിക്കും. പടച്ചോനെ, അതൊക്കെ ശൈത്താന്മാർ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കേണ്ട. പിശാചുക്കളുടെ ഇടപെടൽ മൂലം ജ്യോത്സ്യപ്പണികളിൽ പലരും കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷെ നമുക്കത് ഹറാമാണ്. ഹറാമ് തന്നെയാണ്. ഒരു കൈനോട്ടക്കാരനെ പോയി കൈ കാണിച്ചു കൊടുക്കൽ ഹറാമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈനോട്ടക്കാരന് മുമ്പിൽ കൈ വെച്ചു കൊടുത്തിട്ട് എൻ്റെ ഭാവി എന്ന് പറയോ, എൻ്റെ കഴിഞ്ഞ കാലം എന്ന് പറയോ എന്ന് ചോദിക്കുകയോ രാശി ശാസ്ത്രം വായിക്കുകയോ ചെയ്താൽ, അത് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അത്ര ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് ഞാൻ ഹിന്ദിനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോ ഹിന്ദാണ് പറഞ്ഞത്, അറബികളെയും അജമികളെയും ഭരിക്കാൻ പോകുന്ന ഒരു ഭരണാധികാരിയുടെ വാപ്പയാവാൻ നിങ്ങൾക്കിപ്പോ യോഗ്യതയില്ല. അതിനുശേഷമാണ് മക്കയുടെ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഹിന്ദിനെ കല്യാണം കഴിക്കുന്നത്. അവർക്ക് ജനിച്ച മോനാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. ആ ഹിന്ദും അബൂ സുഫിയാൻ എന്നവരും ആദ്യകാലം ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു. പക്ഷേ പിന്നീട് അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. മുആവിയ തങ്ങൾ അമവി ഭരണകൂടത്തിന്റെ സ്ഥാപകനായി മാറി. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അറബ് ലോകത്തിന്റെ വലിയ ചില ക്വാളിറ്റികളുണ്ട്. നമ്മൾ പണ്ട് അബൂജഹലിന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുണ്യനബി തങ്ങളെ 7ഓളം യുവാക്കൾ വാളെടുത്ത് വെച്ച് പുണ്യനബിയുടെ വീട് വളഞ്ഞ നബി തങ്ങളെ ഒറ്റയ്ക്ക് all of a sudden എല്ലാവരും 7 പേര് നബി തങ്ങളുടെ മേൽ ജമ്പ് ചെയ്തിട്ട് നബി തങ്ങളെ കൊല്ലണം. 7 പേരും നബി തങ്ങളുടെ മേൽ ചാടി വീഴണം. തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹിജ്റയുടെ തൊട്ട് മുമ്പുണ്ടായ സംഭവം. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു? ഒരു പിടി മണ്ണുവാരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഊതിയിട്ട് എറിഞ്ഞു. എല്ലാവരുടെ കണ്ണിലും മണലായി. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അങ്ങനെ നബി തങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവര് അബൂജഹൽ എന്ന നേതാവിനോട് പോയി പറഞ്ഞു, അബുൽ ഹക്കം ഞങ്ങൾ കിട്ടിയില്ല, ആള് രക്ഷപ്പെട്ടു. അദ്ദേഹം കുറെ ചീത്ത പറഞ്ഞിട്ടോ, യു ലെറ്റ് ഹിം എസ്കേപ്പ് യു. നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടാൻ വിട്ടത് എന്ന് കുറെ പറഞ്ഞു. അപ്പൊ ചില ആളുകൾ പറഞ്ഞ, അബൂജഹലെ നീ എന്ത് നേതാവാണ്, നിങ്ങൾ എന്ത് നേതാവാ? അങ്ങനെ ഒരാള് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവിടെ ആകെ 10-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരാ ഉള്ളിലുള്ളത്. ആ 2 മാത്രമുള്ള വീട്ടിലേക്ക് കയറി ചെന്ന് മുഹമ്മദ് നബിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൾ അബൂജഹൽ തന്നെയാണ്, ഫിർഔനു ഹാദിഹിൽ ഉമ്മ. പക്ഷെ അയാൾ ഒരു ക്വാളിറ്റി പറഞ്ഞു,
എന്നിട്ട് വേണം വതഖൂലൽ അറബ്, എന്നെപ്പറ്റി അറബികൾ പറയണം. എന്ത്? ഇന്ന അംറ ഇബ്നു ഹിശാമിൻ ഹതക ഹുർമത ബൈതി മുഹമ്മദിൻ വറവഅ ബനാതി, മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് ഞാൻ ഇരച്ചു കയറിയെന്നും അവിടുത്തെ വീട്ടുകാരെ ഞാൻ പേടിപ്പിച്ചുവെന്നും എന്നെപ്പറ്റി പിന്നെ അറബികൾ പറയണല്ലേ, അത് ഞാൻ കേൾക്കണല്ലേ, ഞാനത് ചെയ്യില്ല എന്ന് അബൂജഹൽ പറയാം. എങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് സമ്മതമില്ലാണ്ട് കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നത് മോശമാണ്, അത് ശത്രുവിൻ്റെ വീടാണെങ്കിൽ പോലും. ഇത് വിശ്വസിച്ചിരുന്നവരാ ജാഹിലിയത്തുകാർ. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കണ വല്ല രഹസ്യം കിട്ടുമെന്ന് ഇപ്പുറത്ത് ഇങ്ങനെ സീക്രട്ട് ക്യാമറയും വെച്ച് കാത്തിരിക്കുകയാണ്. നമ്മളെക്കാളൊക്കെ ചില ക്വാളിറ്റികളിൽ അബൂജഹലിൻ്റെ ഈ സ്വഭാവത്തെ ഒന്ന് ചേർത്ത് വെച്ചാൽ അത്രയെങ്കിലും ക്വാളിറ്റി, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എത്തി നോക്കാനും മറ്റുള്ളവരുടെ സ്വകാര്യങ്ങളെ പിച്ചു ചീന്താനും നമ്മളിൽ ചില ആളുകൾ കാണിക്കുന്ന വ്യഗ്രത അബൂജഹലിനോളം അതിനേക്കാളും തരം താഴ്ന്നു പോവുകയാണോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അലി റളിയല്ലാഹു തആല അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞു, അമാ ആന ലിർറജുലി അൻ യഅലമ മൻസിലഹ, എൻ്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലേ? എൻ്റെ കൂടെ മൂന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും കൊണ്ടുപോയി രാത്രി നിന്നു. ഫൻതലഖ്തു മഅഹു ലാ യസ്അലുനി അൻ ഷൈഇൻ വലാ ഉഖ്ബിറുഹു ബിഷൈഇൻ, അലിയാർ എന്നോടും ചോദിക്കുന്നില്ല ഒന്നും, ഞാൻ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടെ ഇരിക്കുന്നു, ഭക്ഷണം വെച്ച് തരുന്നു, കഴിക്കുന്നു, വേറെ വർത്താനങ്ങളൊക്കെ പറയുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ പള്ളിയിലേക്ക് പോരുന്നു, അവിടെ വന്നിരിക്കും. നബി തങ്ങളെ കാണാനാ വന്നത്. പക്ഷേ വിഷയം പറയാൻ പേടി. ആരോടായി ചോദിക്കുന്നത്? ചോദിക്കുന്ന ആള് നബി തങ്ങളെ വിശ്വസിക്കുന്ന ആളാണോ അല്ലയോ ഇതൊന്നും അറിയില്ലല്ലോ. മൂന്നാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി. മൂന്നാം ദിവസമാണ് ചോദിച്ചത്, അലാ തുഹദ്ദിസുനി മല്ലദീ യഖദമക ഹാദൽ ബലദ്, നിങ്ങൾ മക്കക്കാരനല്ല എന്ന് കണ്ടിട്ട് തോന്നുന്നുവല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ മക്കയിൽ വന്നത് എന്ന് നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടെ? മൂന്നാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. 3 ദിവസം വരെ ചോദ്യമല്ല, ഭക്ഷണം കൊടുക്കാൻ. മനുഷ്യനാണ്, വിശപ്പുണ്ട്, ഭക്ഷണം കൊടുക്കണം. യാ അല്ലാഹ്, എന്തൊരു വലിയ ക്വാളിറ്റി അല്ലേ. മാ അംറുക, എന്താണ് നിങ്ങളുടെ വിഷയം? വമാ അഖ്ദമക ഹാദിഹിൽ ബൽദ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അബൂദർ തങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം, പക്ഷേ എനിക്കൊരു ഉറപ്പ് വേണം. ഞാൻ പറയുന്ന വിഷയം സ്വകാര്യമാണ്, ഇതാരോടും പരസ്യപ്പെടുത്തുകയോ എന്നെ അപമാനിക്കാൻ അവസരമുണ്ടാവുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമോ? ഫഇന്നി അഫ്അൽ, ഞാൻ ആരോടും പറയില്ല, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ തരാം. വാക്കുകളാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ സംബന്ധിച്ച് അബൂദർ എന്നവർക്ക് വിശ്വാസമായി. ഇമാം ഇബ്നു ഹജർ, മഹാനായ അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, അർറാജിഹു അന്നഹു അസ്ലം വഹുവ ഇബ്നു 10 സിനീൻ, അതുകൊണ്ട് ഈ വിഷയം ഫർറാജിഹു അന്ന ഹാദിഹിൽ ഖിസ്സ وقعت بعد البعث بسنتين على الأقل بسنتين فأكثر, അതുകൊണ്ട് മഹാനവറുകൾ അന്നഹു ഫൗഖ 12 സന ദൂന 20 സന, 12-20 വയസ്സിനിടയിൽ അലി തങ്ങൾക്ക് പ്രായമുള്ള കാലമായിരുന്നു അത് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ മഹാനായ അബൂദർ എന്നവര് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു തുടങ്ങുകയാണ്, സമിഅന, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അന്നഹു ലഹറ നബിയ്യുൻ ഫീ മക്ക, ഈ പാറാൻ കുന്നുകളിൽ ഒരു പ്രവാചകൻ വന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. നോക്കണം, നമ്മുടെ നാട്ടിലൊക്കെ എത്ര മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചു പോകുന്നു. പുണ്യ നബി തങ്ങളുടെ ജന്മം അങ്ങനെയല്ല, പ്രവാചകരുടെ വ്യക്തിത്വം അങ്ങനെയല്ല. ലോകം മുഴുവൻ കേൾക്കുകയാണ്, എല്ലാവരും ഓടി വരാൻ. ആരാണത്? എന്താണ് അവർ പറയുന്നത്? ഒരു അന്ത്യപ്രവാചകൻ ഇവിടെ വന്നു എന്ന് കേൾക്കുന്നുവല്ലോ. ലോക ചരിത്ര പണ്ഡിതന്മാർ മക്കയ്ക്ക് പറയുന്ന പേരുണ്ട്, പാറാൻ കുന്നുകളുടെ നാട് എന്നാണ് ഇതിനർത്ഥം. പാറാൻ കുന്നുകളുടെ നാട്, the land of Paran mountains. സർ വില്യമ്യൂർ തന്റെ പുസ്തകത്തിൽ പാറാൻ കുന്നുകളെ സംബന്ധിച്ച് പറഞ്ഞത്, മക്ക, മദീന, ത്വായിഫ്, ഈ 3 നഗരങ്ങളെ ബന്ധിപ്പിച്ച് കിടക്കുന്ന മലനിരകൾക്ക് പറയുന്ന പേരാണ് പാറാൻ കുന്നുകൾ. കാരണം ബൈബിൾ പുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ പാറാൻ കുന്നുകളിൽ ദൈവത്തിന്റെ പ്രഭ വരും എന്നൊരു പ്രവചനമുണ്ട്. അത് ഈസാ നബിയെ കുറിച്ചാണെന്ന് അവർ പറയാ. ഈസാ നബി വന്നത് സാഈർ കുന്നുകളിലാണ്, ജെറുസലേമിൽ. പാറാൻ കുന്നുകൾ മക്കയിലാണ്. അത് ഹിസ്റ്റോറിയൻസാ പറയേണ്ടത്. അവർ പറയുന്നു, പാറാൻ കുന്നുകൾ, the Lord came on Sinai, shined on Seiri, he came forth from Mount Paran.
ഇന്നും ബൈബിളിലുണ്ട് ഈ വാക്കുകൾ. പാറാൻ കുന്നുകളിൽ നിന്ന് ദൈവത്തിന്റെ പ്രകാശം പ്രോജ്വലിച്ചു. He came with 10,000s of saints. 10,000 വിശുദ്ധന്മാരോടുകൂടെ ആ പ്രവാചകൻ കടന്നു വന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ റസൂലിനെ കുറിച്ച് ഇപ്പോഴും എഴുതി വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. പാറാൻ കുന്ന് സൗദി അറേബ്യയിലാണ് ഇപ്പത്തെ. പുണ്യനബി ഞങ്ങൾ ഒരു പ്രവാചകൻ വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിഷയം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അലി റളിയല്ലാഹു അൻഹു കേട്ടപാടെ പറഞ്ഞു, ഇന്നഹു ഹഖ്ഖുൻ, അത് സത്യമാണ്. വഹുവ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യമായും ഇവർ അല്ലാഹുവിന്റെ റസൂലാണ്. അമാ ഇന്നക ഖദ് റശത്ത, അബൂദർറേ നിങ്ങൾ സത്യമാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് എന്ന് പോലും അലി തങ്ങൾ പറയുന്നു. വഹാദാ വജ്ഹി ഇലൈഹി, ഞാനിതാ ആ പ്രവാചകരെ രഹസ്യമായി കാണാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് ദർസ് നടത്തുന്നത് ദാറുൽ അർഖം ബിൻ അബിൽ അർഖം. അർഖം ബിൻ അബിൽ അർഖം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാ. ഈ ആൾക്ക് എത്ര വയസ്സെന്നറിയോ? അർഖം എന്ന് പറഞ്ഞ ആൾക്ക് മൂപ്പര വീടാ, വാപ്പ കൊടുത്ത വീടാ. 16 വയസ്സ്. 16 വയസ്സുള്ളൊരു സ്വഹാബിയുടെ വീട്ടിലാ ഇസ്ലാമിന്റെ ആദ്യകാല നബി ഞങ്ങൾ ദഅവത്ത് ചെയ്തത്. ആലോചിച്ച് നോക്കി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതാ, നബിയെ എൻ്റെ വീട്, അവിടെ ആരും കിടക്കൂല. അദ്ദേഹത്തിന്റെ വാപ്പ വലിയ പ്രമാണിയാണ്. അത് എൻ്റെ വീടാ നബിയെ, എൻ്റെ വീട്ടിൽ നിന്ന് യഥേഷ്ടം അങ്ങേക്ക് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ദീൻ പഠിപ്പിച്ചു തരും ഞങ്ങൾക്ക്. എൻ്റെ വീട് അങ്ങേക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അതാണ് ദാറുൽ അർഖം. ഇബ്നു 16 സന, 16 വയസ്സ് മാത്രം, വെറും 16 വയസ്സ്. ചെറിയ കുട്ടിയല്ലേ, ഹൈസ്കൂളിൽ പോകുന്ന പ്രായമായിട്ടുള്ളൂ. അവരുടെയൊക്കെ ധൈര്യം നോക്കണം. മാഷാ അല്ലാഹ്. വജ്ഹി ഇലൈഹി, അബൂദർറേ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ? ഞാൻ ഹബീബിന്റെ മുമ്പിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യം, ഞാനും നിങ്ങളും മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോഴേ അവിടെ ഒരു പിടി അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പുണ്യ നബി ഞങ്ങളുടെ ദഅവത്ത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെയാണ് വരുന്നത് എന്ന് കണ്ടാൽ അവർ പ്രശ്നമാക്കും. അല്ലാഹു ഉമ്മത്തിനെ എല്ലാ ഫിത്നയിൽ നിന്നും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ജാഹിലിയത്തിന്റെ ആ ഒരു ടോർച്ചറിന്റെ അതുപോലെയുള്ള ടോർച്ചറുകൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ കരഞ്ഞു പോവാൻ. നമ്മളൊക്കെ ഒരു ശരീരമാണ്. ഒരാൾക്ക് വേദനിക്കുന്നത് നമ്മുടെ